ചായ. രാവിലെ തന്നെ തുടങ്ങിക്കോളും. ഒരു വസ്തു പഠിക്കൂല, ഒരു ഉപയോഗൂല. അമ്മേ ചായ. കടന്ന് കാറാനടി പെണ്ണേ, നിനക്ക് അവിടുന്ന് കൽപ്പിച്ചാ പോരെ? ഇവിടെ ഒരു 100 കൂട്ടം പണിയുണ്ട്, അതൊന്നും നിനക്കറിയണ്ടല്ലോ. ആ പശുവിനെ മേയ്ക്കാൻ പോകാൻ പോയിരുന്നാലും നിന്നെ കൊണ്ടാവില്ലല്ലോ. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു കുരിപ്പിനാണല്ലോ നമുക്ക് തന്നത്. പണ്ടൊക്കെ എത്ര നന്നായി പഠിച്ചോണ്ടിരുന്നതാ. ആ തലതിരിച്ച് പിള്ളേരെ കൂടിയപ്പോ മുതല് ഇങ്ങനെയാ. മോളെ, ഇനിയെങ്കിലും ആ തലവെച്ച പിള്ളേരുടെ കൂടെ കൂട്ടി നിർത്തണം. എത്രക്ക് നന്നായി പഠിച്ചോണ്ടിരുന്ന കുട്ടിയാ. ആ പിള്ളേരുടെ കൂടെ കൂടിയപ്പോ മുതലല്ലേ നീ ക്ലാസ്സിന് പുറത്താവാൻ തുടങ്ങിയത്? വേണ്ട, നമുക്ക് ആ കൂട്ട് വേണ്ട മോളെ. നീ വല്ലപ്പോഴും തന്റെ അച്ഛനെ പറ്റി ഓർക്കണം. ക്യാപ്റ്റൻ ദേവരാജ വർമ്മയുടെ മോളാണ് നീ. നീ അദ്ദേഹത്തിന്റെ പേര് ചീത്തയാക്കരുത്. അത്രയ്ക്കും വിലയാണ് അദ്ദേഹത്തിന്റെ സമൂഹത്തില്. അമ്മ പറയുന്നു എല്ലാവരും. ഞാനിപ്പോ അവരെപ്പോഴും കൂട്ടുകൂടാറുണ്ട്. അമ്മ, ഞാൻ പറഞ്ഞ ടൂറിന്റെ കാര്യം എന്തായി? സ്കൂളിൽ എല്ലാരും പോകുന്നുണ്ട്, ഞാൻ പോട്ടെ. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛനോട് ചോദിച്ചിട്ട് പോയിക്കോ. അച്ഛനതാ പുറത്ത്. നീ ഇങ്ങനെ പഠിക്കാതെ ടൂറും പോയി നടന്നോ? പഠിക്കൊന്നും വേണ്ട. അച്ചു, മോളെ അച്ചു, അച്ഛൻ്റെ ഭാവി എന്താ മിണ്ടാതിരിക്കുന്നേ? ഇപ്പൊ പഠിക്കാറൊന്നുമില്ലേ? പഠിക്കുന്നുണ്ട് അച്ഛാ. എന്നിട്ട് നിന്റെ മോഹൻ സാർ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. നീ ഇനി ഉഴപ്പരുത്. പഴയ അച്ചുവായി നീ മാറണം. എല്ലാത്തിലും ഫസ്റ്റായ സ്മാർട്ടായ ആ അച്ചുവായി നീ മാറണം. ആവില്ലേ? സമയം പോയാൽ പിന്നെ തിരിച്ചു വരില്ല. കളിക്കൽ ഇനിയും കളിക്കാം, പഠിക്കൽ ഇപ്പോഴേ പറ്റൂ. നിന്റെ കഴിവും നിന്റെ കാര്യങ്ങളും എനിക്കറിയാം, നിന്റെ അമ്മയെക്കാളും. നീ പഠിച്ചാൽ നാളെ നീ വലിയ ആളാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിനക്ക് ടൂർ പോകണ്ടേ? പൊക്കോ, എന്നിട്ട് അടിച്ചു പൊളിച്ചിട്ട് വാ. പക്ഷെ ഒരു കണ്ടീഷൻ, പഠിക്കണം. അത് നിന്നെക്കൊണ്ടേ പറ്റൂ. എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തരും. നീ എൻ്റെ ചുന്ദരി വാവയല്ലേ. പക്ഷെ അച്ഛനെ പറ്റിക്കരുത്. പഠിക്കണം. എനിക്ക് വാക്കുതാ. हाँ साहब, जी साहब, ओके साहब. രേവതി, ബറ്റാലിയനിൽ പോകണം. ഹോട്ടലിൽ ഇഷ്യൂ. വൈകുന്നേരത്തെ ട്രെയിനിൽ എനിക്ക് പോകണം. അച്ചു, ആ ഫോണിൽ എടുക്കേ. നീ എന്താ പറഞ്ഞ? പരീക്ഷ എളുപ്പമായിരുന്നോ? നീ തോറ്റ് തുന്നം പാടിയത്രേ. എന്തിനാണ് ഇങ്ങനെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ? എനിക്ക് എവിടുന്നെയാ വെച്ചപ്പോ ആ തലവെച്ച പിള്ളേരെ കൂടി വഷളാവ്. ഹലോ മാം, ഞാൻ ജമ്മു ആൻഡ് കാശ്മീർ ആർമി ഹെഡ് ക്വാർട്ടേഴ്സിനാണ് സംസാരിക്കുന്നത്.
ഒരു ന്യൂസ് അറിയിക്കാനുണ്ട്. ദേവരാജ് വർമ്മ ഇന്നലെ ഉണ്ടായ വെടിവെപ്പിൽ മരണപ്പെട്ടു. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി അവസാനമായി എഴുതിയൊരു കത്തുണ്ട്. അത് ഇന്നോ നാളെയോ ആർമി നിങ്ങളുടെ കയ്യിലെത്തിക്കും. സോറി മാം. എൻ്റെ പ്രിയപ്പെട്ട രേവതിക്കും അച്ഛനും ഞാൻ എഴുതുന്ന അവസാനത്തെ കത്ത്. എന്തായാലും ഇന്ന് രാത്രി പാകിസ്ഥാൻ ആർമി നമ്മുടെ നേരെ ഫയറിങ് നടത്തും. ഞാനും എൻ്റെ കൂടെ ഇപ്പോൾ 2 പട്ടാളക്കാരും ഉണ്ട്. ഓർഡറിൽ വിളിച്ചിട്ട് ആരും ഒന്നും മുണ്ടുന്നില്ല. ഇനിയിപ്പോൾ ഒരു ഹെൽപ്പൊന്നും കിട്ടുക എന്ന് പറയുന്നത് സാധ്യമല്ല. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളത് കേൾക്കണം. രേവതി, നീ എൻ്റെ ശക്തിയും എൻ്റെ എല്ലാമാണ്. നീ എൻ്റെ സ്നേഹവും പിന്തുണയും പല സമയങ്ങളിലും രക്ഷിച്ചിട്ടുണ്ട്. എന്നെ ഒന്ന് കാണാനിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബറ്റാലിയിൽ നിന്ന് അന്നാ കോള് വന്നപ്പോൾ നിങ്ങളൊക്കെ അവസാനമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് ഒരിക്കലും കരുതിയില്ല. ഇപ്പം നിങ്ങളെ ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല എന്നറിയുമ്പോൾ എനിക്കൊന്നും ചെയ്യാനാകുന്നില്ല. നമ്മുടെ മോളെ നീ നോക്കണം. അശ്വതി, അതെ, അച്ഛന് മോളേ ഉള്ളൂ. ഞാൻ എൻ്റെ വെളിച്ചം. നീ ഇല്ലാതെ നിനക്ക് വേണ്ടിയാണ് അച്ഛനിപ്പോൾ മരിക്കാൻ പോകുന്നത്. ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ചത്. എൻ്റെ ഭാവ എവിടെയും തോറ്റു കൊടുക്കരുത്. ലോകം അറിയപ്പെടുന്ന ഒരാളാവണം. ഇനി ഉഴപ്പരുത്. ക്യാപ്റ്റൻ ദേവരാജ വർമ്മ അങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കട്ടെ. എനിക്ക് നിങ്ങൾ 2 പേരെയും ഒന്ന് കാണണമെന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ വഴിയില്ല. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ ദേവരാജ വർമ്മ മരിക്കും. എന്നെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ മരിച്ചത്. ദയവായി എന്നെ ഓർത്ത് സങ്കടപ്പെടരുത്. എല്ലാ സ്നേഹത്തോടും കൂടി, ക്യാപ്റ്റൻ ദേവരാജ വർമ്മ. മോനെ ഇങ്ങോട്ട് വാ. എന്താ സാറേ? അശ്വതിക്ക് എന്ത് പറ്റി? അവളിപ്പോൾ വരാറില്ലേ? സാറേ, അത് അവളുടെ അച്ഛൻ ക്യാപ്റ്റൻ ദേവരാജ് വർമ്മ ബോർഡറിലെ വെടിവെപ്പിൽ മരിച്ചു പോയെന്നാണ് പറഞ്ഞത്. പിന്നെ അവൾ പരീക്ഷയ്ക്ക് തോറ്റ കാര്യം സാറിനറിയില്ലേ? നാളെ വരുന്നാണ് പറഞ്ഞത്. എങ്ങനെ തോൽക്കാതിരിക്കും? എടാ, അവളെ എനിക്കറിയാം. എത്ര നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണെന്നറിയോ? നിന്റെയൊക്കെ കൂടെ കൂടിയ പിന്നെയാ ഇങ്ങനെ ആയത്. എനിക്കറിയാം അവളുടെ അച്ഛനെ. അദ്ദേഹത്തെ പോലൊരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ല. അത്രയ്ക്കും വലിയൊരാളായിരുന്നു. അദ്ദേഹം പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ ഞാൻ അവളെ ഇത്രയും ശ്രദ്ധിച്ചത്. പക്ഷേ ആ കുട്ടിയുടെ അവസ്ഥ നിങ്ങൾ ഇങ്ങനെയാക്കി. അവൾ നാളെ വരുമെന്നല്ലേ പറഞ്ഞത്? അവളോട് വൈകിട്ട് ആ പഴയ ക്ലാസ് റൂമിൽ വരാൻ പറയണം. എനിക്ക് അവളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ പോയിക്കോ. അശ്വതി, അശ്വതി മോളെ, എനിക്കറിയാം ജീവിതം നീ വിചാരിച്ചതുപോലെ നിന്റെ വഴിക്ക് നടന്നില്ല. എനിക്കറിയാം, പ്രത്യേകിച്ച് നിന്റെ അച്ഛനെ നഷ്ടപ്പെട്ടത്. മരിച്ചുപോയ നിന്റെ അച്ഛന് പകരമാവാൻ എനിക്കൊരിക്കലും കഴിയില്ല. പക്ഷേ ഒരച്ഛനെ പോലെ
ഞാൻ ഇവിടെയുണ്ടെന്ന് നീ ഓർക്കണം. എനിക്കറിയില്ല സാർ. പഠിക്കാൻ ഞാൻ വളരെ മടി കാണിച്ചു. ഇപ്പം ഞാൻ ഇങ്ങനെയായി. ഞാൻ നന്നായി പഠിക്കണമെന്ന് അച്ഛൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. നിന്റെ അച്ഛൻ നിന്നെ വിശ്വസിച്ച ഒറ്റ ഒരു ധീര സൈനികനായിരുന്നു. അദ്ദേഹത്തിന്റെ സ്മരണയെ ആദരിക്കാനും അഭിമാനിക്കാനും ഇനിയും വൈകില്ല. നിന്റെ വിഷമങ്ങൾ വിജയമായി മാറട്ടെ. പക്ഷെ എനിക്ക് പറ്റുന്നില്ല സാർ. എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. നിന്റെ കഴിവുകൾ മനസ്സിലാക്കി തുടങ്ങുക. നിനക്ക് വിജയം കൈവരിക്കുവാനുള്ള കഴിവുണ്ട്. നീ നിന്റെ വെല്ലുവിളികളെ തരണം ചെയ്യുന്നത് കണ്ടാൽ നിന്റെ അച്ഛൻ എന്ത് അഭിമാനമുണ്ടാകുമെന്ന് സങ്കല്പിച്ചു നോക്കൂ. പോയ സമയം ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ. നമുക്ക് ഭൂതകാലത്തെ മാറ്റാൻ കഴിയില്ല, പക്ഷേ നമുക്ക് നമ്മുടെ ഭാവി രൂപപ്പെടുത്താൻ കഴിയും. നിന്റെ അച്ഛൻ്റെ ത്യാഗങ്ങൾ നിന്നെ മുന്നോട്ട് നയിക്കുന്ന ഇന്ധനമാകട്ടെ. നിന്റെ കഴിവ് ഉറങ്ങുന്ന തീ പോലെയാണ്. അത് ജ്വലിപ്പിക്കാൻ സമയമായി. ഞാൻ ശ്രമിക്കും സാർ. എനിക്ക് എൻ്റെ അച്ഛനെ സന്തോഷിപ്പിക്കണം. മോളെ, നീ ഒന്നോർക്കുക, നിന്റെ അച്ഛനെ പോലെ ഞാനും നിന്നെ വിശ്വസിക്കുന്നു. വെല്ലുവിളികളെ സ്വീകരിക്കുക. നിന്റെ കുറ്റബോധം പ്രചോദനമാക്കി മാറ്റുക. നിന്റെ അച്ഛൻ്റെ പാരമ്പര്യത്തെ ആദരിക്കുന്ന ഒരു ഭാവി സൃഷ്ടിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഞാൻ സാറിനെ പറ്റിക്കില്ല. എനിക്കറിയാം നീ ചെയ്യില്ലെന്ന്. പക്ഷേ നിന്റെ യാത്ര കല്ലും മുള്ളും നിറഞ്ഞതാവാം. മുകളിൽ നിന്നുള്ള കാഴ്ച മനോഹരമായിരിക്കും. നമുക്ക് ഓരോ ചുവടും കണക്കാക്കാം. ജയിക്കാൻ നീ തയ്യാറാണെങ്കിൽ, ആ മനസ്സ് നിനക്കുണ്ടെങ്കിൽ, പിന്നെ നിന്നെ ആർക്കും തോൽപ്പിക്കാനാകില്ല, ദൈവത്തിന് പോലും. And the best NCC cadet of the year is Ashwati Verma.